പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണ്? ഈവനിങ് അമ്മമ്മ അല്ലേടാ, ഈവനിങ് വ്ലോഗ്. എന്ത് വ്ലോഗാണ്? ഈവനിങ് വ്ലോഗ്. വൈകുന്നേരം വീഡിയോ. എന്ത് വീഡിയോ ആണ്? ഞങ്ങളുടെ വൈകുന്നേരത്തെ വീഡിയോ. ഞങ്ങളുടെ കുറെ കുസൃതികളുണ്ട്, എല്ലാവരും കാണണമെന്ന് പറ. ടാറ്റ. നമ്മള് ചായ വെക്കാൻ വേണ്ടി പോയാണ്. അപ്പം ഞാൻ പണി കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ചായ വെക്കാം. അപ്പം നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചായയൊക്കെ തിളപ്പിച്ചതിന് ശേഷം, തിളച്ചാറിയതിന് ശേഷം നമുക്ക് ചായ. ഹലോ, അപ്പം ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചായയോടൊപ്പം അങ്ങനെ കടിയൊന്നും കഴിക്കാറില്ല. ഞാൻ കഴിക്കുന്നത് ഒന്നില്ലെങ്കിൽ ഷെയ്ക്കായിരിക്കും. ഒന്നരയുടെ വിട്ട് ഞാൻ ഷെയ്ക്ക് കുടിക്കാറുണ്ട്. നമ്മൾ മൊത്തം അലച്ചിലായിരിക്കുമല്ല. നമ്മൾ ഈ ഡെലിവറിക്കൊക്കെ പോകുമ്പോഴത്തേക്കും ജോലിക്ക് അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ചില കസ്റ്റമേഴ്സിൻ്റെ ലൊക്കേഷനൊക്കെ കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നമുക്ക് നേരെ കൊണ്ട് കൊടുത്താൽ മതി. പക്ഷെ ചിലരുടെ നമ്മൾ വിളിക്കണം. വിളിച്ചാൽ ചിലർ പറയണത് നമുക്ക് മനസ്സിലാകും, ചിലർ ലൊക്കേഷൻ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പം ഞാനിന്ന് ഇപ്പോൾ കൊറിയർ കുറവായതുകൊണ്ട് ഞാനിന്നൊരു 4 മണിയല്ല, ഒരു 4:45 ഞാൻ വീട്ടിലെത്തി നേരെ ചായ കുടിക്കാനാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ കട്ടൻ ചായ എടുത്തേക്കണം. കട്ടൻ ചായക്കൊരു കളർ വ്യത്യാസമുണ്ട്. അത് ഞാൻ തന്നെ ഉണ്ടാക്കിയ കട്ടൻ ചായയാണ്. കടുപ്പം കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഏത്തപ്പഴവും പാലും കൂടി ഷേക്കാണ് ഞാൻ കുടിക്കുന്നത്. അപ്പം നമുക്ക് ചായ കുടിച്ചിട്ട് കാണാം. അമ്മ അതേ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ ചീരത്തോരൻ ഉണ്ടാക്കാനുള്ളൊരു പ്രിപ്പറേഷനിലാണ്. ഇന്ന് രാത്രി ഞങ്ങളിപ്പോൾ കർക്കിടക മാസം ആയതുകൊണ്ട് ഇപ്പോൾ ചീരത്തോരനൊക്കെയാണ് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പച്ചില കിട്ടുമോ ആ പച്ചിലയൊക്കെ അമ്മ പറിച്ചുകൊണ്ട് വരും. എന്നിട്ട് എന്തെങ്കിലുമായിട്ടൊക്കെ തോരൻ ഉണ്ടാക്കി തരും. ഇതാണ് ഇപ്പോഴത്തെ പരിപാടി. ഇനി കർക്കിടക മാസം തീരണം. ഇതിപ്പോൾ എന്ത് ഇല കൊണ്ടാണ് അമ്മ ഈ തോരൻ ഉണ്ടാക്കാൻ പോണത്? ഇതിപ്പോൾ എന്തില കൊണ്ടാ? കൊടപ്പനല്ലയാ? അതെന്തിലയാ? മറ്റേ കൊഴുപ്പയാണോ? കൊടപ്പനില കൊണ്ടാണ് കേട്ടോ തോരൻ ഉണ്ടാക്കാൻ പോണത്. ഇതാണ് കേട്ടോ കൊടപ്പനില. ഞാൻ പറഞ്ഞില്ലേ, എന്ത് പച്ചില കിട്ടിയാലും അത് കൊണ്ടുവന്ന് തോരൻ വെച്ചോളൂ. ഇന്ന് ജീവനുണ്ടെങ്കിൽ നാളെ കാണാം കേട്ടോ. അമ്മ, കുറേ നാളെ ഞാൻ തൊഴിലുറപ്പിലെ വിശേഷമൊക്കെ തിരക്കിയിട്ട്. ഏതായാലും അവിടെ പോയി മാറിയിരുന്ന് കുത്തിയിരിക്കല്ലേ. ഞാൻ നോക്കാൻ നിർത്തില്ലേ ഇവരെല്ലാരും കൂടി മാറി ഇവിടെ വട്ടം കൂടി ഇരിക്കണ കാണാം. എന്തെങ്കിലും ചക്കത്തോരന, അല്ലെങ്കിൽ പുഴുക്ക, അല്ലെങ്കിൽ പായസോ, അങ്ങനെ എന്തെങ്കിലും ആയിട്ടൊക്കെ ഇവര് ഉണ്ടാക്കാൻ നിൽക്കില്ല. ഞാൻ ഉണ്ടാക്കുന്നത് ഓണസദ്യ മാത്രം. കഴിഞ്ഞ ദിവസമല്ലേ ചക്കപ്പുഴു കൊണ്ടുവന്നത്? അത് പിന്നെ ഓരോ വീടുകളില്ലേ, നമ്മളത് തിരക്കേണ്ട കാര്യമില്ല. അവര് കുഴുകുമ്പോ ഞങ്ങൾക്ക് പിന്നെ എന്തൊക്കെയുണ്ട് തൊഴിലുറപ്പിലെ വിശേഷങ്ങൾ? വിശേഷം എന്താണ്? 9 മണിയാകുമ്പോ പണിക്ക് ഇറങ്ങണം. ഫോട്ടോ എടുക്കണം 9 മണിയാകുമ്പോ. 9 മണിക്കാണോ? 8:45. ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ 9 മണിയാകുമ്പോ ഇറങ്ങും. മഴക്കാലാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ ഇവർക്ക്. ഇല്ല, മഴക്കാലാണെങ്കിലും മഴ തോരാൻ നോക്കിയിരിക്കുന്നതാണ്. കുറച്ചെങ്കിലും പണി ചെയ്യാണ്ടിരിക്കുക. മഴ തോർന്നില്ലെങ്കിലാ? തോന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും? അതാരും ചെയ്യൂല. ഇവരുടെ തൊഴിലുറപ്പിച്ച് എന്നിട്ട് ഒരു വ്ലോഗ് എടുക്കണം, അടിപൊളിയായിരിക്കും. ഒരു പൊളിയില്ല എന്ന് വെച്ചാണ്ടല്ല, അധ്വാനിക്കണ്ട എല്ലാവരും. അധ്വാനിക്കാണ്ട് പറമ്പ് ക്ലീൻ ആവുക. തൊഴിലുറപ്പെന്ന് വെച്ചാൽ തൊഴിലുറപ്പ് അതെന്തെങ്കിലും ആട്ടെ. ഗൈസ്, എൻ്റെ പൂച്ച വർത്താനം പറയണ കേൾക്കണോ? ഞാൻ ഇപ്പം കേൾപ്പിച്ചു തരാം. എന്താ പറയണേന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ തെറിയായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും വർത്താനായിരിക്കും. ഒരു വെറൈറ്റി രീതിയിൽ ആ പൂച്ച വർത്താനം പറയണത് ഇപ്പം ഞാൻ കേൾപ്പിച്ചു തരാവേ. സുന്ദരി ഓടണ്. നിക്കടാ അവിടെ. ഞങ്ങൾക്ക് കുറച്ച് ചോറ് മാത്രം മതി. പച്ചച്ചോറെങ്കിൽ പച്ചച്ചോറ്. വേറൊരു പൂച്ചയുണ്ട്, എൻ്റെ പൊന്നോ, വെളിച്ചെണ്ണയും കൂട്ടിയല്ലാണ്ട് ആ പൂച്ച ചോറ് പോലും കഴിക്കില്ല. ഇവനിപ്പം കഴിക്കണതില്ലേ, തീരെ സഹി കെട്ടിട്ടാണ് അവനാ കഴിക്കണത്. ഇല്ലെങ്കിൽ ഇല്ലേ, ഇവന് വെളിച്ചെണ്ണ ഇല്ലാണ്ട് ഇവൻ ചോറ് കഴിക്കില്ല. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഇവന് തേങ്ങ, അതും കൂടി കൂട്ടി വേണം അവന് ചോറ് കഴിക്കാൻ. ഇതിപ്പോൾ അവൻ പച്ചച്ചോറെങ്കിലും കഴിക്കുന്നുണ്ട്. ഇവനെങ്ങനെ? വേറൊരു പൂച്ചയുണ്ട്, ആ പൂച്ചയില്ലേ ആരും കാണാതെ പോയിരുന്ന ഫുഡ് കഴിക്കുകയുള്ളൂ.
എന്തൊക്കെ ടൈപ്പ് പൂച്ചയാണല്ലേ. എന്താടാ നീയൊക്കെ ഇങ്ങനെ ആയിപ്പോയത്? ഡാ സുന്ദരി, സുന്ദരി. തനു തൊഴിലുറപ്പിപ്പോയാ? എന്നിട്ട് പൈസ കിട്ടിയാ? എന്നിട്ട് അപ്പയാ? അപ്പയുണ്ടെന്നാ? അപ്പയും വന്നായിരുന്നാ? എന്നിട്ട് ആണോ? വേറെപ്പ വന്നാ? ചേട്ടന്റെ അപ്പയാ? അതായിരിക്കും. JCB എന്തേ? അതാണോ JCB? JCB എങ്ങനെ മണ്ണ് കോരണത്? മണ്ണ് കോരണ എങ്ങനെ? കനിയേ ആരാരോ. വീഡിയോ എടുക്കണല്ലോ പൊന്നൂന്റെ വീഡിയോയാ. പൊന്നൂന്റെ വീഡിയോ എടുക്കണം. നമ്മൾ പാട്ട് പാടൂലായിരുന്നു? അതെന്ത് പാട്ടായിരുന്നു അതിന്? താറാവേ താറാവേ നീന്തി കളിക്കണ താറാവേ. മറ്റേ പാട്ട് പാടുവാ? എങ്ങനെ പാട്ട് പാടണ? എടാ നീ മറ്റേ പാട്ട് പാടുവല്ല, അത് എന്ത് പാട്ടായിരുന്നു? എടാ മര്യാദയ്ക്ക് പാട്ട് പാടുക. പാട്ട് പാട്. ഇനിയിപ്പൊ ഉണ്ടാവും താറാവ് താറാവ്. ഇനി ഒന്നുകൂടി പഠിക്കേ. എടാ അങ്ങനെ മാത്രല്ലടാ നീന്തി കളിക്കണ താറാവേ. അത്രേ ഉള്ളുവാ? തനിയോടെ പോവാ? ഡോക്ടറിന്റെ അടുക്കൽ പോണോ? എന്തിനു പോണ? എന്തിനു പോകുവാ? ആ അത് കാലിന്റെ ചിരട്ടയാണ്. എന്തിനാ ആശുപത്രി പോണ? ഓട്ടോയില് പോവാന്നാ? തനുവിന്റെ വണ്ടി എന്തേ? തനുവിന്റെ വണ്ടി എന്ന് കാണിച്ചേ. പെട്രോള് തീർന്നാ? കുറച്ച് ഫ്രണ്ടിലോട്ട് ഓടിച്ചാ വണ്ടി. കുറച്ച് മുന്നിലോട്ട് ഓടിച്ചേ. ആ മതി മതി മതി. ഇനി കയറിയിരുന്നോ? ആ വണ്ടി ഓടിക്കണ എങ്ങനെയാണ്? എങ്ങനെയാണ് ടിപ്പർ ഓടിക്കണ? ടിപ്പർ ഓടിക്കണ എങ്ങനെയാണ്? ആ കാണിക്കേ. റെഡി 1 2 3. ടിപ്പർ ഓടിക്കണ എങ്ങനെയാണ്? പൂച്ച കരയണ എങ്ങനെയാ തന്നു? പട്ടി കരയണേ. പട്ടി കുരയ്ക്കണ എങ്ങനെ? കോഴിയാ? കോഴി എങ്ങനെ കൊക്കുരക്കോയല്ലേ? അതെന്ത് കറിച്ചില്ല? ആടെങ്ങനെ കറിയണ? ഇനി എന്ത് സൗണ്ടല്ല? കാക്ക എങ്ങനെ കരയണത്? പശുവാ?
പശു എങ്ങനെയാ കരയണ? അതെന്താണ് അത്? പശുവിനെ കറക്കണം എങ്ങനെ? അങ്ങനെയാണോ കറക്കണ? പുതിയ രീതിയാ പശുവിനെ കറക്കണ. ഇങ്ങനെ പശുവിനെ കറക്കുമ്പോ പശു നല്ല തൊഴിൽ തരും. ചെല്ലി മരം മുറിക്കാം. നമുക്ക് മരം വെട്ടാൻ പോകണ്ടേ? മരം വെട്ടുകാരെങ്ങനെ മരം മുറിക്കണത്? മരം വെട്ടുകാരെങ്ങനെ മരം മുറിക്കണത്? അയ്യോ, കെട്ടിയിടാൻ സാധനം ഇല്ലേ? ഒരു തുണി എടുത്തോണ്ട് വാ ചെല്ലേ, നമുക്ക് കെട്ടിയിടാം. തനു എവിടെ പോവുകയാണ്? മരം വെട്ടാൻ ഇങ്ങനെയാണോ പോണ? എവിടെ? ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. തടി ദേ കിടക്കണതേ. ഇതാണ് തടി. ആ കസേര ഇങ്ങോട്ട് നീക്കിയിട്, പുറകോട്ട് നീക്കിയെടുക്ക്. സൈക്കിളല്ലടാ, കെട്ടഴിഞ്ഞു പോയി. ആ മരം മുറിച്ചോ? പോയാ പോയാ അത് സാരയില്ല. പോയി മരം മുറിച്ചിട്ട് വാ ചെല്ലേ. മെഷീൻ കിട്ടിയില്ലേ? എന്നാ മെഷീൻ ചെല്ലേ. അവിടെ പോയി മരം മുറിക്ക്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വേണം. മരം മുറിച്ചോ? കഴിഞ്ഞാ? എന്ത്? മേളിൽ കയറി വെട്ടാതാ. പുതിയ മരം വെട്ടുകാരന് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അല്ലേ തനു? തനു പുതിയ മരം വെട്ടുകാരനല്ലേ? ഏതെങ്കിലും പണിക്കാരുണ്ടെങ്കിൽ എന്നെയും കൂടി കൊണ്ടുപോകാൻ പറ. ആണോ? അവരെന്നാ പറഞ്ഞേ? വെൽഡിങ്കാരെന്നാ പറഞ്ഞേ? ഓ അങ്ങനെ സൗണ്ട് ഉണ്ടായിരുന്ന? ഓ വെൽഡിങ്ങിന്റെ സൗണ്ട് ആണോ? ആ ഇനി വെൽഡിങ്ങിന്റെ സൗണ്ട് കാണിക്കേ. അതെങ്ങനെയായിരുന്നു ആ സൗണ്ട്? സൗണ്ട് ഇല്ലേ? ഓ വെറൈറ്റി സൗണ്ടാ. തനു മിക്സിയുടെ സൗണ്ട് എങ്ങനെ? മിക്സിയുടെ സൗണ്ട് അതുള്ളൂ. ടിപ്പറിന്റെ സൗണ്ട് എങ്ങനെയായിരുന്നു? ടിപ്പർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണ? എങ്ങനെയാണ്? രാത്രിയിലത്തെ ലഞ്ച് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോയാൽ പിന്നെ വേറെ ഒന്നും കഴിക്കൂലല്ലോ. അയ്യോ രാത്രിയിലത്തെ ഡിന്നർ. അത്താഴമെങ്കിൽ അത്താഴം. തനു പരിചയപ്പെടുത്തിക്ക്. ഇതെന്തുവാ?
ഏതാ സാമ്പാർ? ആ അത് സാമ്പാർ. എന്തൊക്കെ ഇട്ടിട്ടുണ്ട്? ഉരുളക്കിഴങ്ങേ ഉള്ളുവാ? ഇതെന്നതാ? ഇതെന്തുവാ? ഇതെന്തുവാ? എന്ത് മീനാ തനു? ഇതെന്നതാ? ചപ്പാത്തി ഇല്ലടാ, അത് ദോശയടാ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഈവനിങ് വ്ലോഗ്. ഇന്ന് വർക്ക് നേരത്തെ കഴിഞ്ഞുകൊണ്ടാണ് ഈവനിങ് വ്ലോഗ് എടുക്കാൻ പറ്റിയത്. നോർമൽ ഡേയ്സിൽ എനിക്ക് ഒരു 7 മണി 6 ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ വീട്ടിലെത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് പാക്കേജ് കുറവായതുകൊണ്ട് നേരത്തെ വീട്ടിലെത്തി, അതുകൊണ്ടൊരു ഈവനിങ് വ്ലോഗായിട്ട് എടുക്കാൻ പറ്റി. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് വീഡിയോ കാണുന്നുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം വീഡിയോ കാണാൻ, എന്നാലേ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.